നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമേരിക്കൻ കുടിയേറ്റത്തിനുള്ള H-1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്തി ട്രംപ്. ഇന്ത്യൻ ടെക്കികൾക്ക് തിരിച്ചടി. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിക്കുന്നു. നിക്ഷേപകർക്ക് പ്രിയം കൂടുതൽ IPO മാർക്കറ്റ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളുടെ വിപണി വിഹിതം ഇനി ഓഹരിയിലേക്ക്. മ്യൂച്വൽ ഫണ്ടിലെ 10% വിഹിതത്തിലാണ് മാറ്റം. GST മാറ്റം രാജ്യത്തെ ഭക്ഷ്യോൽപ്പന്ന വിപണിക്ക് ആശ്വാസം. ഉയർന്ന വിൽപ്പനയിൽ പ്രതീക്ഷയർപ്പിച്ച് ITC ഫുഡ് ഡിവിഷൻ. കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കടക്കാർക്കൊന്നും ബുദ്ധിമുട്ടില്ല. കടക്കാരുടെ തട്ടയിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. ഹോൾസെയിൽ കൊടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. ഹോൾസെയിലുകാരുടെ പരിപാടിയൊക്കെ അങ്ങനെ നടന്നു പോകും. അതൊന്നും കുറച്ചിടുന്നു. ഇപ്പൊ വിറ്റേക്കാൾ നമ്മളുടെ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളത്. കേരള ലോട്ടറിയുടെ സമ്മാനങ്ങളും ഏജന്റ് കമ്മീഷനും കുറച്ചു. ലോട്ടറി ടിക്കറ്റിന്റെ വില കൂട്ടാതിരിക്കാനാണ് നടപടി. ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കുമെന്ന് ആശങ്ക. വിശദമായ വാർത്തകൾ നോക്കാം. അമേരിക്കൻ കുടിയേറ്റത്തിനുള്ള H-1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്തി ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ ടെക്കികൾക്ക് തിരിച്ചടി. അമേരിക്കയിലെ സാങ്കേതിക മേഖലയിലേക്ക് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് കുടിയേറാൻ അവസരം നൽകുന്ന H-1B വിസയുടെ ഫീസ് കുത്തനെ ഉയർത്തി. വാർഷിക ഫീസ് $1 ലക്ഷം വർദ്ധിപ്പിച്ചത് ഇന്ത്യൻ ടെക്കികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് US ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ്. ഇനി മുതൽ കമ്പനികൾ ഓരോ വിസയ്ക്കും $1 ലക്ഷം വിസ ഫീസായി നൽകേണ്ടി വരുമെന്ന് US കൊമേഴ്സ് സെക്രട്ടറി ഹവാർഡ് ലുട്നിക് പറഞ്ഞു. US സ്വദേശികൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മൈക്രോസോഫ്റ്റ്, JP മോർഗൻ തുടങ്ങിയ കമ്പനികൾ വിദേശത്തുള്ള ജീവനക്കാരോട് ഞായറാഴ്ച അടിയന്തരമായി തിരിച്ചെത്താൻ നിർദ്ദേശം നൽകി. ട്രംപിന്റെ നീക്കത്തോട് US ടെക് വമ്പന്മാരായ ആമസോൺ, ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികളൊന്നും പ്രതികരിച്ചിട്ടില്ല. H-1B വിസ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഈ വർഷം 85,000 പേർക്കാണ് H-1B വിസ അനുവദിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിക്കുന്നു. നിക്ഷേപകർക്ക് പ്രിയം കൂടുതൽ IPO മാർക്കറ്റ് എന്ന് വിലയിരുത്തൽ. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ വർഷം 2,27,500 കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. എന്നാൽ IPO വിപണികളിൽ ഓഫ്ഷോർ ഫണ്ടുകളുടെ നിക്ഷേപം വളരെ ഉയർന്ന തോതിലാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 3 ഇരട്ടി വർധനയോടെ 26,500 കോടിയിലെത്തിയിരിക്കുകയാണ് ഓഫ്ഷോർ നിക്ഷേപം. വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിക്ഷേപകരുടെ ഈ ഇരട്ട സ്വഭാവത്തിന് കാരണം IPO വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഓഹരികൾക്ക് അമിത വിലയാണെന്നുള്ളതാണ്. വിപണി നിയന്ത്രിത ഓഹരികൾ സ്വീകരിക്കാൻ വിദേശ നിക്ഷേപകർ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്ക് കയറ്റുമതിയിൽ ട്രംപ് 50% താരിഫ് ഏർപ്പെടുത്തിയതുപോലും വിപണിയിൽ കാര്യമായ തിരുത്തലിന് കാരണമായിട്ടില്ല. ഇത് നിക്ഷേപകർ വില കുറഞ്ഞ രീതിയിൽ പ്രവേശിക്കുന്നത് തടയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മാനേജ്മെന്റുകളും ബാങ്കർമാരും ഇഷ്യൂവിന് ആകർഷകമായ വില നിശ്ചയിക്കുന്നതിനാൽ IPOകൾ ഇന്ത്യൻ വിപണികൾക്ക് മികച്ച അവസരം നൽകുന്നു. ഇത് നിക്ഷേപകരുടെ താൽപര്യത്തെ മികച്ച രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് യാവെൽത്തിന്റെ ഡയറക്ടർ അനൂജ് ഗുപ്ത പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെബി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളുടെ ഇക്വിറ്റി വിഭാഗത്തിലേക്ക് മാറ്റുന്നു. നിക്ഷേപ പങ്കാളിത്തം ആകർഷിക്കുന്നതിനും പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുമെന്ന് വിലയിരുത്തൽ. വിദേശ നിക്ഷേപകരിൽ നിന്ന് ആഗോള മൂലധനത്തിന്റെ ഒഴുക്ക് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. മുൻപത്തെ 10% നിക്ഷേപ നിയന്ത്രണം നീക്കം ചെയ്യുന്നതാണ് ഈ മാറ്റം. അസറ്റ് ക്ലാസ് മുഖ്യധാരയാക്കാനും ആഗോള നിലവാരവുമായി പൊരുത്തപ്പെടാനും സഹായിക്കുന്ന ഒരു നാഴികക്കല്ലാണെന്ന് മൈൻഡ്സ്പേസ് ബിസിനസ് പാർക്സ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ രമേശ് നായർ പറഞ്ഞു. ഈ നീക്കം ഒരു വലിയ നാഴികക്കല്ലാണ്. കാരണം ഇത് വിവിധ നിക്ഷേപ സൂചികകളിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അസറ്റ് ക്ലാസ് സ്ഥാപിക്കുകയും ഫണ്ട് ഹൗസുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, FPIകൾ എന്നിവയിൽ നിന്ന് കൂടുതൽ താൽപര്യം നേടുകയും ചെയ്യും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളും ചേർന്ന് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാത്രം ഏകദേശം 1.5 ട്രില്യൺ രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. എംബസി ഓഫീസ് പാർക്കുകൾ, മൈൻഡ്സ്പേസ് ബിസിനസ് പാർക്കുകൾ, ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ്, നെക്സസ് സെലക്ട് ട്രസ്റ്റ് തുടങ്ങിയ പ്രമുഖ പേരുകൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
GST നിരക്ക് കുറവ് കാരണം രാജ്യത്തെ ഭക്ഷ്യോൽപ്പന്ന വിപണിക്ക് വലിയ ആശ്വാസം. ഉത്സവകാല നേട്ടത്തിനൊപ്പം നിരക്കിളവ് മൂലമുണ്ടാകുന്ന ഉയർന്ന വിൽപ്പനയിൽ പ്രതീക്ഷയർപ്പിച്ച് ITC ഫുഡ് ഡിവിഷൻ. ITCയുടെ ഫുഡ് ഡിവിഷന് വലിയ ഗുണം ലഭിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി. പോഷകാഹാര ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലക്കുറവിൽ വിപണിയിലെത്തിക്കാനുള്ള പദ്ധതിയോടെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കും. സെപ്റ്റംബർ 22 മുതൽ വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ വിലക്കുറവ് നടപ്പിലാക്കുമെന്ന് ITC അറിയിച്ചു. ഇതിലൂടെ ന്യൂഡിൽസ്, ബിസ്ക്കറ്റ്, ഡയറി ഉൽപ്പന്നങ്ങൾ, ഹെൽത്ത് ആൻഡ് വെൽനസ് വിഭാഗത്തിലെ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ മിതമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST? GST നിരക്ക് വർദ്ധിപ്പിച്ചതിനാൽ കേരള ലോട്ടറിയുടെ സമ്മാനങ്ങളുടെ എണ്ണവും ഏജന്റ് കമ്മീഷനും കുറച്ചു. ലോട്ടറി ടിക്കറ്റിന്റെ വില കൂട്ടാതിരിക്കാനാണ് നടപടി. ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കുമെന്ന് ആശങ്ക. ബമ്പർ ടിക്കറ്റുകൾ ഒഴികെയുള്ള ലോട്ടറികളുടെ സമ്മാനങ്ങളാണ് വെട്ടിക്കുറച്ചത്. സാധാരണ ലോട്ടറികളിൽ കൂടുതൽ സമ്മാനങ്ങൾ അടിക്കാറുള്ള 5000-10000 രൂപ പ്രൈസുകളുടെ എണ്ണത്തിലാണ് കുറവ് വരുത്തിയത്. ഒരു ലോട്ടറിയുടെ സമ്മാനങ്ങളിൽ ശരാശരി 6000-ഓളം സമ്മാനങ്ങൾ കുറയ്ക്കാനാണ് തീരുമാനം. സമ്മാനത്തുകയിൽ 1 കോടി രൂപയിലധികം കുറവ് വരും. സമ്മാന ഘടന സംബന്ധിച്ച പരാതികളുള്ളപ്പോൾ വീണ്ടും സമ്മാനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് വിൽപ്പനയെ ബാധിക്കുമെന്നാണ് ആശങ്ക. നമ്മുടെ കച്ചവടം ഇപ്പം തന്നെ ഇരിക്കണേ. ഇപ്പം ഇത് വിറ്റ് തീർന്നത് 3 മണിക്ക് 10 മിനിറ്റുള്ളപ്പോഴൊക്കെയാണ് നമ്മൾ വിറ്റ് കുടുംബത്തിൽ പോകുന്നത്. ഈ വെയിലും കൊണ്ടുപോയാൽ നമ്മൾ ഇത് ജീവിക്കുമ്പോൾ എങ്ങനെ എന്തോരം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ അവർ കടക്കാർക്കുള്ള കുഴപ്പമൊന്നുമില്ല, ഗവൺമെൻറ്റിനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്കാണ് ഇതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പരിപാടി. ഗവൺമെൻറ്റിൻ്റെ കാര്യം മാത്രം നോക്കണം. നമ്മൾ പാവപ്പെട്ടവരുടെ പേര് പറയാന്നല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല. പല കാര്യങ്ങളും ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്തോരം ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നവർ, ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നാമത് എന്നെപ്പോലെ ആൾക്കാരുടെ ഭയങ്കര വയസ്സായ ആൾക്കാരൊക്കെയാണ് ഈ പരിപാടി നടക്കുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. നടക്കാതെ പിടിക്കണം ഒന്നും പറ്റാണ്ട് നടക്കുന്ന ആൾക്കാർ ഇഷ്ടംമാരുണ്ട്. കാലിന് സുഖമില്ലാത്ത ആൾക്കാർ, ഈ പറിയെടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 7 ചില്ലറ കിട്ടും. ഇത് വന്നു കഴിഞ്ഞാൽ 4 രൂപ 5 രൂപ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കടക്കാർക്കൊന്നും ബുദ്ധിമുട്ടില്ല. കടക്കാരുടെ തട്ടയിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. ഹോൾസെയിൽ കൊടുക്കുന്നവർക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ല. ഹോൾസെയിലാരുടെ പരിപാടിയൊക്കെ അങ്ങനെ നടന്നു പോകും. അതൊന്നും കുറച്ചിടുന്നത്. ഇപ്പോൾ വിറ്റേക്കാൾ നമ്മളുടെ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക്. ലോട്ടറി ടിക്കറ്റുകൾ 40% GST ഏർപ്പെടുത്തിയത്. ഈ തീരുമാനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. നേരത്തെ ലോട്ടറി ടിക്കറ്റുകളുടെ GST 28%. ആഴ്ചയിൽ ഓരോ ദിവസവും നറുക്കെടുക്കുന്ന സുവർണ കേരളം, 50-50, സ്ത്രീ ശക്തി തുടങ്ങിയ ടിക്കറ്റുകളുടെ സമ്മാന ഘടനയിലാണ് മാറ്റം വരുത്തിയത്. 1, 2, 3, 4 സമ്മാനങ്ങളിൽ ഒന്നും മാറ്റമില്ല. ടിക്കറ്റ് വിൽപ്പന നടത്തുമ്പോഴും വിൽപ്പന നടത്തിയ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിക്കുമ്പോഴും ഏജന്റിന് ലഭിക്കുന്ന കമ്മീഷനിലും കുറവ് വരുത്തിയിട്ടുണ്ട്. സമ്മാനങ്ങൾക്കുള്ള കമ്മീഷൻ തുക 12% നിന്നും 9%-ആയാണ് കുറച്ചത്. സംസ്ഥാനത്ത് അനേകായിരം പേരാണ് ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവന മാർഗം നടത്തുന്നത്. GST വർദ്ധിപ്പിക്കുന്നതും സമ്മാനങ്ങൾ വെട്ടിച്ചുരുക്കുന്നതും വിപണിയിൽ വലിയൊരു ആശങ്കയാണ് ഉയർത്തുന്നത്. ഇപ്പം തന്നെ കച്ചവടം കുറയുകയാണെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. ഇത് സർക്കാർ കണ്ണു തുറന്ന് കാണണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ക്യാമറമാൻ ഗോവിന്ദ് KR-നോടൊപ്പം വിവേക് കീർത്തി, മൈഫിൻ TV, കൊച്ചി. ഇനി കേരള വാർത്തകൾ നോക്കാം. കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന 70 ലക്ഷം എണ്ണം കടന്നു. നറുക്കെടുപ്പിന് ഇനി 7 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് വിൽപ്പന ഉയർന്നത്. 25 ലക്ഷം ടിക്കറ്റുകളിൽ 4.5 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇനി വിറ്റുതീരാനുള്ളത്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്, 13 ലക്ഷത്തിലധികം. ഒന്നാം സമ്മാനം 25 കോടി രൂപയാണ്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും നൽകും. ഈ മാസം 27-ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുക്കുക. അതേസമയം ലോട്ടറി വിൽപ്പനയുടെ സുഗമമായ നടത്തിപ്പിനായി ഞായറാഴ്ച ജില്ലാ, സബ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസുകൾ പ്രവർത്തിക്കുന്നതാണെന്ന് ലോട്ടറി വകുപ്പ് അറിയിച്ചു. മൈഫിൻ TV, തിരുവനന്തപുരം. ഇന്ത്യയിലെ ജർമ്മൻ എംബസിയുടെ ഫസ്റ്റ് സെക്രട്ടറി ഡോക്ടർ സൈമൺ പെർക്കർ നോർക്ക സെന്റർ സന്ദർശിച്ചു. ആരോഗ്യമേഖലയ്ക്ക് പുറമേയുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ച് നോർക്ക റൂട്ട് CEO അജിത് കോളശ്ശേരിയുമായി അദ്ദേഹം ചർച്ച നടത്തി. കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനായുള്ള നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതി +2 ശേഷം ജർമ്മനിയിൽ സൗജന്യവും സ്റ്റൈപ്പൻഡോടെയുമുള്ള നഴ്സിംഗ് പഠനത്തിനും തുടർന്ന് ജോലിക്കും അവസരമൊരുക്കുന്ന
നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ ട്രെയിനി പ്രോഗ്രാം, ജർമ്മനിയിലെ ഇലക്ട്രീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് ജർമ്മൻ സർക്കാരിന്റെ ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ഇന്റർനാഷണൽ ടാലന്റ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റിക്രൂട്ട്മെന്റ് എന്നിവയുടെ നിലവിലുള്ള പുരോഗതിയും ചർച്ചയായി. ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഭാഗമായുള്ള രാജ്യങ്ങളിൽ അപേക്ഷകരുടെ എണ്ണത്തിൽ ഏറ്റവും അധികം കേരളത്തിൽ നിന്നുള്ളതാണെന്നും ഡോക്ടർ സൈമൺ പെർക്കർ പറഞ്ഞു. നിലവിൽ ജർമ്മൻ ഭാഷാ യോഗ്യതയ്ക്ക് ആവശ്യമായ പരീക്ഷകൾക്കുള്ള സ്ലോട്ടുകൾ ലഭിക്കുന്നതിന്റെ പരിമിതി കൂടിക്കാഴ്ചയിൽ അജിത് കോളശ്ശേരി ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഡോക്ടർ സൈമൺ പെർക്കർ അറിയിച്ചു. മൈഫിൻ TV, തിരുവനന്തപുരം. രാജ്യാന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡ് കുറിച്ച് തിരുവനന്തപുരം വിമാനത്താവളം. ഓഗസ്റ്റ് മാസത്തിൽ 2.25 ലക്ഷം രാജ്യാന്തര യാത്രക്കാരാണ് വിമാനത്താവളത്തിലെത്തിയത്. 14 വിദേശ നഗരങ്ങളിലേക്ക് 1404 സർവീസുകൾ നടത്തി. അബുദാബി, ഷാർജ, ദുബായ് എന്നിവിടങ്ങളാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻനിരയിൽ. വരുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ കൂടുതൽ സർവീസുകൾ തുടങ്ങുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ്. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 10,280 രൂപയും 1 പവൻ സ്വർണത്തിന് 82,240 രൂപയുമായി. ഗ്രാമിന് 145 രൂപയാണ് വെള്ളിവില. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കൻ കുടിയേറ്റത്തിനുള്ള H-1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്തി ട്രംപ്. ഇന്ത്യൻ ടെക്കികൾക്ക് തിരിച്ചടി. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിക്കുന്നു. നിക്ഷേപകർക്ക് പ്രിയം കൂടുതൽ IPO മാർക്കറ്റ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളുടെ വിപണി വിഹിതം ഇനി ഓഹരിയിലേക്ക്. മ്യൂച്വൽ ഫണ്ടിലെ 10% വിഹിതത്തിലാണ് മാറ്റം. GST മാറ്റം രാജ്യത്തെ ഭക്ഷ്യോൽപ്പന്ന വിപണിക്ക് ആശ്വാസം. ഉയർന്ന വിൽപ്പനയിൽ പ്രതീക്ഷയർപ്പിച്ച് ITC ഫുഡ് ഡിവിഷൻ. കിട്ടും 7 കിട്ടും. ഇത് വന്നു കഴിഞ്ഞാൽ 4 രൂപ 5 രൂപ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കടക്കാർക്കൊന്നും ബുദ്ധിമുട്ടില്ല. കടക്കാരുടെ തട്ടയിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. ഹോൾസെയിൽ കൊടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. ഹോൾസെയിലാരുടെ പരിപാടിയൊക്കെ അങ്ങനെ നടന്നു പോകും. അതൊന്നും കുറച്ചിടുന്നു. ഇപ്പം വിറ്റേക്കാൾ നമ്മളുടെ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളത്. കേരള ലോട്ടറിയുടെ സമ്മാനങ്ങളും ഏജന്റ് കമ്മീഷനും കുറച്ചു. ലോട്ടറി ടിക്കറ്റിന്റെ വില കൂട്ടാതിരിക്കാനാണ് നടപടി. ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കുമെന്ന് ആശങ്ക. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.